പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഒരു ചെറിയ ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും അതിൻ്റെ ബാലൻസിങ് എങ്ങനെ നടത്താമെന്നും നമുക്ക് ഇന്ന് പഠിക്കാം. ആദ്യമായി ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് പരിചയപ്പെടാം. ക്യാഷ് ബുക്കിന് ഒരു അക്കൗണ്ട് ഫോർമാറ്റ് തന്നെയാണ് ഉള്ളത്. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിന് റെസിപ്റ്റ് സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിന് പേയ്മെന്റ് സൈഡ് എന്നും പറയും. ഡെബിറ്റ് സൈഡിൽ പ്രധാനമായും വരുന്ന കോളങ്ങൾ ഡേറ്റ്, റെസിപ്റ്റ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് എമൗണ്ട് കോളം, ബാങ്ക് എമൗണ്ട് കോളം. ഈ ഡെബിറ്റ് സൈഡിലെ കോളങ്ങൾ തന്നെയാണ് ക്രെഡിറ്റ് സൈഡിലും ഉള്ളത്. റെസിപ്റ്റിന് പകരം പേയ്മെന്റ്സ് എഴുതാനുള്ള പർട്ടിക്കുലേഴ്സ് കോളാണ് ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവുക. ബാക്കിയെല്ലാം ഡെബിറ്റ് സൈഡിൽ അതുപോലെ തന്നെ. ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പോവാം. ഉദാഹരണം ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. Consider the following transactions of Messrs. Tools India Limited and prepare a double column cash book for the month of September 2017. Tools India Limited എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ 2017 സെപ്റ്റംബർ മാസത്തെ ട്രാൻസാക്ഷൻസ് അടിസ്ഥാനപ്പെടുത്തി ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഇനി ഉദാഹരണത്തിലുള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് സെപ്റ്റംബർ 1 ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും തന്നിട്ടുണ്ട്. ദെൻ സെപ്റ്റംബർ 4 പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് ₹12,000. 8 സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹6,000. ദെൻ 13 പർച്ചേസ്ഡ് മെഷീനറി ബൈ ചെക്ക് ₹5,500. ദെൻ 16 സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് ആൻഡ് ദ ചെക്ക് ഈസ് ഡെപ്പോസിറ്റഡ് ടു ദ ബാങ്ക് ഓൺ ദ സെയിം ഡേ ₹4,500. Then 17th September purchased goods from Mridula by cash ₹17,400. Then 20th September purchased stationery by check ₹1,100. Then 24th September check given to Rohit ₹1,500. 27th September cash withdrawn from bank ₹10,000. 30th September rent paid by check ₹2,500. The last transaction 30th September paid salary ₹3,500. ഇനി നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അതേ ഫോർമാറ്റിലുള്ള ഒരു ക്യാഷ് ബുക്ക് നമ്മൾ വരക്കണം. അതിനുശേഷം ഓരോ ട്രാൻസാക്ഷൻസ് എടുത്ത് അത് റെസിപ്റ്റ് സൈഡിൽ എഴുതണോ പേയ്മെന്റ് സൈഡിൽ എഴുതണോ എന്ന് മനസ്സിലാക്കി നമ്മളത് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇതിൽ തന്നിട്ടുള്ളത് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസുമാണ്.
ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും നമ്മൾ കാണിക്കേണ്ടത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ബാങ്ക് ബാലൻസ് ഓവർഡ്രാഫ്റ്റ് ആവുന്ന സമയങ്ങളിൽ മാത്രം ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടി വരും. എഴുതും, ഡേറ്റ് എഴുതണം, ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്. ഇതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. രണ്ടാമതായി തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. സെപ്റ്റംബർ 4-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് ₹12,000. പേയ്മെന്റ് ആണ്, ചെക്കാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പേയ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് പേയ്മെന്റ് സൈഡിലാണ്. ഡേറ്റ് 4-ാം തീയതി, പർച്ചേസസ്, പെയ്ഡ് ബൈ ചെക്ക്, ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. അടുത്ത ട്രാൻസാക്ഷൻ സെപ്റ്റംബർ 8-ാം തീയതി സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹6,000. റെസിപ്റ്റ് ആണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആണ് ഫോർ ക്യാഷ്, സോ ഇറ്റ് ഈസ് എ റെസിപ്റ്റ്. റെസിപ്റ്റ് സൈഡിൽ എഴുതണം സെപ്റ്റംബർ 8-ാം തീയതി സെയിൽസ്, ക്യാഷ് കോളത്തിൽ 6,000 എഴുതാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സെപ്റ്റംബർ 13 പർച്ചേസ്ഡ് മെഷീനറി ബൈ ചെക്ക് ₹5,500. പർച്ചേസ്ഡ് മെഷീനറി ബൈ ചെക്ക് ₹5,500. പേയ്മെന്റ് ആണ്, പേയ്മെന്റ് സൈഡിൽ ഡേറ്റ് എഴുതുക. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തത് കാരണം പർച്ചേസസ് എന്നല്ല എഴുതേണ്ടത്, പകരം മെഷീനറി എന്ന് എഴുതണം. ചെക്കാണ് നമ്മൾ പേയ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എമൗണ്ട് ബാങ്ക് കോളത്തിൽ എഴുതണം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് സെയിം ഡേ. മീൻസ് ദ ചെക്ക് റിസീവ്ഡ് ഈസ് ഡെപ്പോസിറ്റഡ് ടു ദ ബാങ്ക് ഓൺ ദ സെയിം ഡേ, 4,500. എന്തായാലും അത് റെസിപ്റ്റ് ആണ്, ഡേറ്റ് എഴുതി, സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. ക്യാഷ് ആയിട്ടല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്, പകരം ഈ എമൗണ്ട് ബാങ്കിലാണ് കിട്ടുന്നത്. നമ്മൾ ആ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 4,500, 4,500 ബാങ്ക് കോളത്തിൽ എഴുതണം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 17th September പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മൃദുല ബൈ ക്യാഷ് 17,400. ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പെയ്ഡ് ബൈ ക്യാഷ്, സോ ഇറ്റ് ഈസ് എ പേയ്മെന്റ്. പേയ്മെന്റ് സൈഡിൽ ഡേറ്റ് എഴുതി, ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തത്, സോ പർച്ചേസസ്, ക്യാഷ് പർച്ചേസ് ആണ്, എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതി. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സെപ്റ്റംബർ 20 പർച്ചേസ്ഡ് സ്റ്റേഷനറി ബൈ ചെക്ക് ₹1,100. അതും ഒരു പേയ്മെന്റ് ആണ്, ഡേറ്റ് എഴുതി. സ്റ്റേഷനറി പർച്ചേസ്ഡ് ആണ്, സ്റ്റേഷനറി. ചെക്കാണ് നമ്മൾ പേയ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോവുക, ബാങ്ക് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ചെക്ക് ഗിവൺ ടു രോഹിത് ₹1,500. രോഹിത്തിന് നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട്, സോ ഇറ്റ് ഈസ് എ പേയ്മെന്റ്. ഡേറ്റ് രോഹിത്, ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹10,000. ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷ് പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് കുറയും, അതേസമയം അത് ക്യാഷിൽ വർധനവ് വരും ചെയ്യും. ഒരേ സമയം ഈ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യണം. ഒരേ സമയം അതൊരു പേയ്മെന്റ് ആണ് ഫ്രം ബാങ്ക് അക്കൗണ്ട്, അതേസമയം അതൊരു റെസിപ്റ്റ് ആണ് ഇൻ ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷിൽ നമുക്കത് കൂടും. ഡേറ്റ് നമ്മൾ എഴുതി, പേയ്മെന്റ് പോകുന്നത് ബാങ്കിൽ നിന്നാണ്, ഇവിടെ ക്യാഷ് എന്ന് എഴുതുക, ബാങ്ക് കോളത്തിലെ എമൗണ്ട് എഴുതാം. അതേസമയം ഇവിടെ നിന്ന് പോകുന്ന പൈസ നമുക്ക് ക്യാഷായിട്ട് കിട്ടുന്നുണ്ട്,
റെസിപ്റ്റ് സൈഡിലും വരും. ബാങ്ക് എന്ന് എഴുതണം, ക്യാഷ് കോളത്തിലെ എമൗണ്ട് എഴുതണം. ഇത്തരം ട്രാൻസാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺട്രാ എൻട്രി എന്നാണ്. കോൺട്രാ എൻട്രി അത് നോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടി സി എന്ന് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. Then next transaction, rent paid by check, rupees 2500. It is a payment side date, rent by check ആണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ബാങ്ക് കോളത്തിലെ എമൗണ്ട് എഴുതി. Then paid salary, so it is paid by cash, പേയ്മെന്റ് ആണ്, സാലറി, ക്യാഷ് കോളത്തിലെ എമൗണ്ട് എഴുതി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യണം. ക്യാഷ് ബാലൻസ് എത്ര ഉണ്ട്, ബാങ്ക് ബാലൻസ് ആണോ അതോ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണോ എന്നെല്ലാം അറിയുന്നതിന് വേണ്ടി നമ്മൾ ക്യാഷ് കോളം കമ്പയർ ചെയ്ത് ക്യാഷ് ബാലൻസും ബാങ്ക് കോളങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് ബാങ്ക് ബാലൻസും കണ്ടെത്തണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലെ ക്യാഷ് കോളം ടോട്ടൽ ചെയ്യണം, ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളം ടോട്ടൽ ചെയ്യണം. അതിൽ ഏറ്റവും വലിയ ടോട്ടൽ ഏതാണോ അതാണ് നമ്മൾ ടോട്ടലായിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ 31,000 ആണ് ടോട്ടൽ വരുന്നത്. ഇവിടെ 20,900 വരുന്നുള്ളൂ. ക്യാഷ് ടോട്ടൽ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ എഴുതുക, അതേ ടോട്ടൽ ഇവിടെ എഴുതുക. ബാങ്ക് ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ഏകദേശം 46,500 ആണ്. ഇവിടെ അത്രത്തോളം വരുന്നില്ല, അതുകൊണ്ട് 46,500 ഡെബിറ്റ് സൈഡിൽ എഴുതി, അതേ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാണ്. ആദ്യം ക്യാഷ് കോളം ബാലൻസ് ചെയ്യാണ്. 31,000 നിന്ന് ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിലുള്ള എമൗണ്ടുകൾ കുറക്കുക, മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടുത്തെ ബാലൻസ്. ബാങ്ക് ബാലൻസ് കിട്ടുന്നതിന് വേണ്ടി ബാങ്ക് കോളത്തിലെ ടോട്ടലിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ള പേയ്മെന്റുകളെല്ലാം മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 13,900. ഇവിടെ നമ്മൾ സെപ്റ്റംബർ മാസത്തെ ക്യാഷ് ബുക്കാണ്. സെപ്റ്റംബർ മാസത്തെ ഏറ്റവും അവസാനത്തെ ഡേറ്റ് കൊടുക്കുക, ബാലൻസ് ക്യാരി ഡൗൺ. ദെൻ ഈ ബാലൻസ് അടുത്ത മാസത്തേക്ക് നമുക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുക കൂടി വേണം. ഡേറ്റ് എഴുതി, ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഇങ്ങനെയാണ് ഒരു ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്.